എല്ലാവർക്കും നമസ്കാരം. കോൺക്രീറ്റ് മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോൺക്രീറ്റ് മാൻ്റെ വെളിച്ചെണ്ണ ഫാക്ടറിയിലാണുള്ളത്. കോൺക്രീറ്റ് മാൻ്റെ വെളിച്ചെണ്ണ ഫാക്ടറിയിലെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. കമോൺ. ചേട്ടാ നമസ്കാരം. നമസ്കാരം ശുക്കൂക്ക. വെളിച്ചെണ്ണയുടെ ഉത്ഭവത്തെക്കുറിച്ച് നേരിട്ടൊന്ന് കണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വെച്ച് വന്നതാണ്. ഇതാണ് വെളിച്ചെണ്ണയുടെ തുടക്കം. തേങ്ങ മുറിക്കലാണ് അല്ലേ? അല്ല, അതിനേക്കാളും മുമ്പ് നമ്മൾ തേങ്ങ പർച്ചേസ് ചെയ്യുന്നിടത്താണ് നമ്മൾ ഏറ്റവും നല്ല വളഞ്ഞ ഇതുണ്ട്. നമ്മൾ തേങ്ങയുടെ കളർ ഉണ്ടോ, നല്ല ബ്രൗൺ കളർ തേങ്ങ ആയിരിക്കും. അത് നല്ല വളവ് തേങ്ങ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഉടയ്ക്കാണ്ടിരിക്കാവൂ. ആ തേങ്ങേൻ്റെ സെലക്ഷൻ തുടങ്ങുന്നുണ്ട് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം. ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യം തേങ്ങ, പിന്നെ കൊപ്രേൻ്റെ പ്രോസസ്സിങ്, ഇത് രണ്ടുമാണ് ആത്യന്തികമായിട്ട് വെളിച്ചെണ്ണ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഉടയ്ക്കുന്ന തേങ്ങ നമ്മൾ ഏകദേശം 3 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഡ്രയറിൽ കയറ്റി അതിന് നമ്മൾ തീ കൊടുത്തിരിക്കും, ചൂട് കൊടുത്തിരിക്കും. അപ്പോൾ ഈ ഉടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിക്കുന്നത്? അതെ അതെ, ഉടച്ച് നമ്മൾ ഡ്രയറിലേക്കും ഡ്രൈൻ ചേമ്പറിലേക്കും ഇത് ഫില്ല് ചെയ്യും. ഒരു ദിവസം നമ്മൾ ഏകദേശം ഒരു 15,000 മുതൽ 20,000 തേങ്ങ വരെ ഈ ആകെ അളവ് കൂടിയിട്ട് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഈ തേങ്ങ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ തേങ്ങേൻ്റെ ഉണക്ക്. ഈ ഉണക്കുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് നമ്മൾ കറക്റ്റായിട്ട് ഓരോ സമയങ്ങളിൽ ഇത്ര ഡിഗ്രി ചൂടാണ് വേണ്ടത്. അത് നമ്മൾ പ്രോസസ്സിങ്ങിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര മണിക്കൂറാണ് അത് ഉണക്കേണ്ട ടൈം? കാലാവസ്ഥ അനുസരിച്ച് നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ്. നമുക്ക് 12 മണിക്കൂർ കൊണ്ട് നമുക്ക് തേങ്ങ ഡീസൽ ചെയ്യാൻ പാകത്തിനാവും. ഇന്ന് രാത്രി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ഇന്ന് നമ്മൾ തേങ്ങ 8 മണിക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു 11-11:30 കട്ടിങ് ഫിനിഷ് ആവും. 2-2.5-3 മണിക്കൂറിൽ കട്ടിങ് ഫിനിഷ് ഫുള്ള് ഡ്രയറിൽ ലോഡായി പോകും. അത് അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഡ്രയറിന് ബേസ് ലെവലിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്പോൾ തന്നെ എന്തെങ്കിലും ചൂട് കൊടുക്കാൻ തുടങ്ങും. ഈ തേങ്ങ ഉടച്ച് 3 മണിക്കൂറിൽ ചൂട് കൊടുക്കാൻ നിർബന്ധം, അല്ലെങ്കിൽ ഈ തേങ്ങയ്ക്ക് പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫംഗസ് വരാൻ ഈ അസ്പെർജില്ലസ് ഫംഗസ് ഭയങ്കര അപകടം പിടിച്ച സാധനമാണ്. ആ ഫംഗസ് കൊപ്രയിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. വെളിച്ചെണ്ണ നിർമ്മാണത്തിൽ ഇതിൻ്റെ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ് ആണെന്നുള്ളത് വളരെ. അതിൻ്റെ ഏറ്റവും വെളിച്ചെണ്ണേൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന കൊപ്രേൻ്റെ ഗുണനിലവാരമാണ്. ഈ കൊപ്ര ഒരു കാരണവശാലും പൂപ്പൽ, അസ്പെർജില്ലസ് ഫംഗസ് ഉണ്ടാകാൻ പാടില്ല. ആ ഫംഗസ് മൈക്കോടോക്സിൻ്റെ ഒരു കൂട്ടാണ്. ഈ അഫ്ലോടോക്സിനാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ലിവർ സംബന്ധമായ ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, മഞ്ഞപ്പിത്തം, പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, C, ഇതൊക്കെ ഈ അഫ്ലോടോക്സിൻ മൂലം ഉണ്ടാക്കപ്പെടുന്ന സാധനമാണ്. അഫ്ലോടോക്സിൻ നിരന്തരമായ സമ്പർക്കം, നിരന്തരമായ അഫ്ലോടോക്സിനുള്ള ഭക്ഷ്യെണ്ണ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലിവറിൻ്റെ കഠിനമായ ലിവർ അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പവിത്ര വെളിച്ചെണ്ണ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യവും ഒരു കാരണവശാൽ നമ്മളെ കൊപ്രയിൽ അഫ്ലോടോക്സിൻ ഉണ്ടാകാൻ പാടില്ല, ഫംഗസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഉടയ്ക്കുന്ന തേങ്ങ ഏകദേശം 72-96 മണിക്കൂറിനുള്ളിൽ തന്നെ വെളിച്ചെണ്ണയെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുന്ന പോലത്തെ നമ്മൾ പ്രോസസ് സെറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ നമ്മളെ സപ്ലയേഴ്സിൻ്റെ കയ്യിലെത്തിയിരിക്കും. അപ്പോൾ ഏറ്റവും ഫ്രഷായ എണ്ണ തന്നെയായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുക. ഇത് തേങ്ങ ഉടച്ച് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ വാ. കൊണ്ടിട്ടാണ് തേങ്ങ ഉണക്കുന്നത് ചേട്ടാ? അതെ, ഇതിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 8 ടണ്ണോളം തേങ്ങ ഒരു ദിവസം നമുക്ക് ഇതിൽ പ്രോസസ്സ് ചെയ്യാം. അതായത് ഡീസൽ ചെയ്യാൻ പാകത്തിന് ഡെയിലി നമുക്ക് 8 ടൺ തേങ്ങ വരെ ഇതിനകത്ത് നമുക്ക് ഉണക്കാൻ കഴിയും. നമ്മളിതിൽ തേങ്ങ ഉടച്ച് കയറ്റി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഏകദേശം തേങ്ങ ഉടച്ച് ഒരു 2-2.5 മണിക്കൂർ തന്നെ 8 ടൺ തേങ്ങയകത്ത് ഉടയ്ക്കാണ്ട് ഇത് നമ്മൾ ഫില്ല് ചെയ്യും. ആ ഫില്ല് ചെയ്ത തേങ്ങ ഒരു ഉടയ്ക്കാൻ തുടങ്ങിയ 2.5-3 മണിക്കൂറിൽ തന്നെ ഇതിന് സ്റ്റാർട്ട് ചെയ്യും. എനിക്കൊരു നല്ല സംശയമുണ്ട്, കാരണം ഇത് ഇവിടെ വെച്ച് ഇതെങ്ങനെ ഉണങ്ങും? കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ ഉമ്മ തേങ്ങ മുറിച്ച് 3 ദിവസം 4 ദിവസമൊക്കെ വെയിലത്ത് കൊണ്ടുപോയി
അല്ലേ? പ്രേക്ഷകർക്ക് ഉണ്ടാവും ഒരു സംശയം. 4 ദിവസമൊക്കെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ് ഈ തേങ്ങ ഉണക്കുന്നത്. ഇവിടെ വെച്ച് ഇത് എങ്ങനെ ഉണങ്ങും? ഏത് രീതിയാണ് ഇതിന് ഉണങ്ങുന്നത്? അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത്, ഇതിലേക്ക് നമ്മൾ ഹോട്ട് എയർ ആണ് ഇതിലേക്ക് അടിച്ചു കയറ്റുന്നത്. ഒരിക്കലും നമ്മൾ ഈ കൊപ്ര പ്രോസസ്സിങ്ങിൽ പുക തേങ്ങയിലേക്ക് വരില്ല. ഓഹോ, പ്രേക്ഷകർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതാ പുക ഈ തേങ്ങയിലേക്ക് വരാതെ വേണം ഇത് ഉണക്കിയെടുക്കാൻ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അത് നമ്മുടെ പവിത്ര വെളിച്ചെണ്ണയിൽ, അതായത് നമ്മൾ ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ ഒരു കാരണവശാലും പുകയോ ഗന്ധകമോ അതല്ലെങ്കിൽ അഫ്ലോട്ടോക്സിൻ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രോസസ്സിങ് നമ്മൾ അത്രയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുക ഈ വെളിച്ചെണ്ണക്കകത്ത് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ടേസ്റ്റിലാണ് കാര്യമായിട്ട് വ്യത്യാസം വരുന്നത്. പിന്നെ വെളിച്ചെണ്ണ കളറും കുറെ കൂടെ ഡാർക്കാവും. അപ്പം കളറിൽ വ്യത്യാസം. അതെ അതെ. അത് വെളിച്ചെണ്ണ സ്വാഭാവികമായിട്ട് മഞ്ഞ കളറുണ്ട്. അത് ലൈറ്റ് മഞ്ഞാണ്. പക്ഷെ പുകൻ്റെ ഒന്നുകൂടെ മഞ്ഞ കളർ കൂടും. ആ മഞ്ഞ കളറിനെ കൂടും. ചില വെളിച്ചെണ്ണ യെല്ലോ കളർ ഫീൽ ചെയ്യുന്നല്ല ചില കടകളിൽ വാങ്ങിക്കുമ്പോൾ. പിന്നെ വല്ലാതെ മഞ്ഞ കളർ വേറെ സാധ്യതയാണ് ഈ ഫംഗസിന്റെ ആക്രമണം ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇത് ഉണക്കുന്ന രീതി എങ്ങനെയാണല്ലോ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് അതിലേക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടയ്ക്കുന്ന തേങ്ങ എങ്ങനെയാണ് ചൂട് വരുന്നത് നമുക്ക് ഇതിലേക്ക് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ വയറിലാണ് നമ്മൾ വിറക് കത്തിക്കുന്നത്, തീ കത്തിക്കുന്നത്, വിറക് കത്തിക്കുന്നു. അപ്പോൾ ഇതിൽ ഹോട്ട് എയർ മാത്രം അകത്തേക്ക് അടിച്ച് കയറ്റാം. ഇത് ഹോട്ട് എയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരുപാട് പൈപ്പിൻ്റെ ഷെല്ലുകളാണ്. ഈ ഷെല്ലുകൾ നന്നായി ചൂടാവും. ചൂടായി ഈ പുക ബ്ലോവർ ഉപയോഗിച്ച് പുറത്തേക്ക് അടിച്ച് കളയും. ഹോട്ട് എയർ മാത്രം ബ്ലോവർ ഉപയോഗിച്ച് അകത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. പ്രേക്ഷകരോടാണ്, ഇതിൽ നിന്ന് വരുന്ന ചൂടാണ് നേരത്തെ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള 8 ടണ്ണോളം വരുന്ന മുറിച്ച് അടുക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയിലേക്ക് ഇവിടെ നിന്ന് പോകുന്ന ഹീറ്റിലാണ് അത് ചൂടായിട്ട് ഉണങ്ങുന്നത്. സജിത പറയും. ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ 100-110 ഡിഗ്രി ചൂടിലാണ് ഇതിലേക്ക് ഹോട്ട് എയർ ബ്ലോ ചെയ്യുക. ഹോട്ട് എയർ ഇവിടുന്ന് അങ്ങോട്ട് തള്ളിപ്പോവാണ് ചെയ്യുന്നത്. ബ്ലോ ഉപയോഗിച്ചിട്ട് തള്ളിപ്പോവാണ് ചെയ്യുന്നത്. ഓക്കെ. ആ 4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 70-80 ഡിഗ്രിയിലാണ്. ബാക്കി ഒരു 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ കാലാവസ്ഥേനെ അധികം താപനിലയൊക്കെ വെച്ചിട്ട് ഉണക്കം തീർക്കുന്നത്. ഓഹോ, അപ്പോൾ എത്ര മണിക്കൂറാണ് അവിടെ നമ്മൾ ഈ തേങ്ങ ഉണക്കാനിടുന്നത്? ഇതിൽ നിന്നുള്ള ചൂടുള്ള എയർ അങ്ങോട്ട് ഏകദേശം 10 മുതൽ 14 മണിക്കൂർ വരെ. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ 14 മണിക്കൂർ വരെ നമ്മൾ തീരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വെച്ച അത് ഇനി 14 മണിക്കൂർ കഴിഞ്ഞിട്ടേ അത് പുറത്തെടുക്കാൻ പറ്റും. നാളെ രാവിലെ എന്ത് ചെയ്യും? ഇത് അൺലോഡ് ചെയ്ത് ഡിഷ് ചെയ്യും. ആ ഡിഷ് ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രോസസ്സിംഗ് എന്താണ്? ചേട്ട ഇളക്കുകയാണ്. ഈ തേങ്ങ ചേട്ട ഇളക്കി നമ്മൾ ആ കൊപ്പ രണ്ടാമത് ടയറിൽ കെട്ടി ഫിനിഷ് ചെയ്യും. അത് എവിടെ ചെയ്യാ? അത് കണ്ടുകൂടെ നമുക്ക്? പ്രേക്ഷകർ ഇത് കണ്ടോ? ഇത്രയും കറക്റ്റായിട്ട് ഉണങ്ങി നല്ല വൈറ്റ് കളറായിട്ട് നിൽക്കുന്ന ഈ കൊപ്രയാണ് ഇനി വെളിച്ചെണ്ണയാക്കുന്ന പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. സജിയേട്ടാ, ഇനി എന്താണ് അടുത്ത പരിപാടി? ഇതിപ്പോൾ കണ്ടു, ഉണങ്ങി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇത് എന്ത് ചെയ്യും? ഈ കൊപ്രയുടെ ഗുണം മനസ്സിലാക്കാൻ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലത്. ഇത് കഴിക്കാം. കഴിച്ചു നോക്കും. ഈ സ്വീറ്റ്നെസ് ആണ് നമ്മുടെ എണ്ണയ്ക്കകത്ത് ഉണ്ടാകുക. നമ്മൾ സൺഡ്രൈയിൽ ഉണങ്ങുമ്പോൾ 2-3 ദിവസം ഉപയോഗിച്ചാൽ ഒരു വെളിച്ചെണ്ണയുടെ ശരിയായ ഒരു ടേസ്റ്റ്, സ്വീറ്റ്നെസ് ഇല്ല, മധുരം കൂടെയുണ്ട്. മധുരമുള്ള ഒരു വെളിച്ചെണ്ണ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഈ വെളിച്ചെണ്ണ ടയറിൽ നമ്മൾ കൊപ്ര പ്രോസസ്സ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നും ഭൂമിയെ ടച്ച് ആകുന്നത്, മണ്ണ് ടച്ച് ആകുന്നില്ല. മണ്ണ് ടച്ച് ആകാത്തത്തോളം കാലം ഇതിനകത്ത് അഫ്ലോട്ടസിൻ്റെ സാധ്യത ഒരു പരിധി നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മളിത് ഉടച്ച് ഇനി ഏകദേശം 24-36 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഉണക്കം ഫിനിഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫംഗസിന് വരാനുള്ള സാധ്യത നമ്മൾ ഇല്ലാണ്ടാക്കാം. ഫംഗസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഈ കളറിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ എണ്ണയ്ക്കകത്തും ഒരിക്കലും ഈ അഫ്ലോട്ടോക്സിൻ എന്ന ഒരു മാരകമായ വിഷത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന എണ്ണയ്ക്കകത്ത് ഉണ്ടാവില്ല. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകാമല്ലോ അല്ലേ? ഇനി എങ്ങനെയാണ് ഇത് വെളിച്ചെണ്ണയായിട്ട് മാറുന്നത്? ഇത് ഇനി നമ്മൾ നേരെ അൺലോഡ് ചെയ്ത് കൊപ്ര കട്ടറിൽ ഉപയോഗിച്ച് നമ്മൾ അൺലോഡ് ചെയ്ത്
നേരെ ഇതാണോ കൊപ്പ ഇതിട്ട് cut ചെയ്യാണ് ചെയ്യുക? കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ അതൊന്ന് കാണാമല്ലോ നമുക്ക്. അത് ഇപ്പം കാണാം. ഓ ഓക്കെ ഓക്കെ. ഈ തേങ്ങ വെളിച്ചെണ്ണയായി മാറുന്നതിൻ്റെ ആദ്യ പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. കാണുന്നതുവരെ വണക്കം.